പി വി അൻവർ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വീണ്ടും അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച ശേഷമാണ് അദ്ദേഹത്തെ പുറത്തേക്ക് നാളെ പുറത്തിറങ്ങാൻ സാധ്യതയില്ല. പിണറായി ജീവിച്ചിരിപ്പുണ്ടല്ലോ. കരുത്തൊന്നും കുറയില്ലല്ലോ. ഇതുകൊണ്ട് കരുത്ത് കുറയ്ക്കണമെന്ന് പറഞ്ഞാൽ മതി. പിണറായിനോട് മൊത്തം അങ്ങനെയാണല്ലോ. രാത്രിക്ക് രാത്രി നാടകീയമായി തങ്ങളെ അറസ്റ്റ് ചെയ്യുന്നു. അത് അങ്ങനെ തന്നെയാണോ പെരുമാൻ? പി വി അൻവറിനെയും കൊണ്ട് പോലീസ് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ എത്തി വൈദ്യപരിശോധനയ്ക്ക് വീണ്ടും വിധേയനാക്കി. പ്രൊസീജിയറിന്റെ ഭാഗമായിട്ടാണ് ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപായി ആരോഗ്യസ്ഥിതി പരിശോധിക്കണം എന്ന കീഴ്വഴക്കവും നടപടിക്രമങ്ങളും പാലിക്കേണ്ടതിന്റെ ഭാഗമായിട്ടാണ് കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. അവിടെയും അദ്ദേഹം ഇറങ്ങുമ്പോൾ പറഞ്ഞത് പിണറായിക്കെതിരെയാണ്, പിണറായിയുടെ ഗൂഢാലോചനയാണ്, തിരക്കഥയാണ് തന്റെ അറസ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ പോരാട്ടം തുടരും എന്നുള്ള കാര്യം ഊർജ്ജമൊട്ടും ചോർന്നു പോയിട്ടില്ല, കരുത്ത് ചോർന്നു പോയിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. തിരികെ എത്തും എന്നതിൻ്റെ സൂചനയാണ്. നേരത്തെ പറഞ്ഞതുമായി കൂട്ടിച്ചേർത്ത് വായിക്കേണ്ട പ്രതികരണമാണ് ഇപ്പോൾ കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ നിന്നും ഇറങ്ങുമ്പോഴും അദ്ദേഹം നൽകുന്നത്. ഇംതിയാസ് ചേരുന്നുണ്ട്. ഇംതിയാസ്, അങ്ങനെ വാഹനം അവിടെ നിന്നും പുറപ്പെട്ടു അല്ലേ ജയിലിലേക്ക്? പരിശോധന രീതിയിലുള്ള സ്ക്രീനിംഗ് പരിശോധനകളെല്ലാം കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രിയിൽ പൂർത്തീകരിച്ച് വീണ്ടും തവനൂർ സെൻട്രൽ ജയിലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇവിടെ നിന്ന് പോലീസ് വാഹനങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നു. തൊട്ടു പിന്നാലെ നമ്മളും മാതൃഭൂമി ന്യൂസ് സംഘവും തൊട്ടു പിന്നാലെ തന്നെയുണ്ട്. അദ്ദേഹം പ്രതികരിച്ചത് നേരത്തെ നമ്മൾ കണ്ടു. അദ്ദേഹം ഈ സ്ക്രീനിംഗ് പൂർത്തിയാക്കി പുറത്തു വരുന്ന സമയത്ത് പറഞ്ഞത് ഇത് പോരാട്ടമാണ്, തൻ്റെ കരുത്ത് ഒരു ഘട്ടത്തിലും ചോർന്നിട്ടില്ല, കരുത്തൻ തന്നെയാണല്ലോ എന്ന രൂപത്തിലായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. തീർച്ചയായിട്ടും ഇതൊരു ഗൂഢാലോചന തന്നെയാണ്, അത് നേരത്തെയും അങ്ങനെ തന്നെയാണ് എന്ന രൂപത്തിലായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. കൂടുതൽ പ്രതികരണങ്ങൾ ചോദിക്കാനോ കൂടുതൽ പ്രതികരണങ്ങൾ അദ്ദേഹത്തിന് നടത്താനോ പോലീസ് അനുവദിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ. നമ്മൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനായി മൈക്ക് വെക്കുന്ന സമയത്തെല്ലാം പോലീസ് അത് തട്ടിമാറ്റുകയായിരുന്നു. പലപ്പോഴായിട്ട് അത് തട്ടിമാറ്റുകയും ചെയ്തു. അദ്ദേഹത്തെ സംസാരിക്കാൻ കൃത്യമായി അനുവദിച്ചില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. നമ്മളത് അങ്ങനെ തന്നെയായിരുന്നു പ്രതീക്ഷിച്ചതും. കാരണം ഈ ജില്ലാ ആശുപത്രിയിൽ, നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു നീക്കങ്ങൾ ഉണ്ടായിരുന്നത്. എന്തായാലും ഉടനെ തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയധികം നീക്കങ്ങൾ നടത്തി ഉടനെ തന്നെ അദ്ദേഹത്തെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് ഉടനെ തന്നെ എത്തിക്കുകയും വേണം. അതിൻ്റെ ഒരു ഭാഗമായിട്ട് കൂടിയാണ് അങ്ങനെയൊരു ഇത് ഉണ്ടായത്. കാരണം എത്രയും പെട്ടെന്ന് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിക്കണം. ഇത്രയും ദൂരം താണ്ടി നിലമ്പൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതാണ്. എന്തായാലും അല്പസമയം കൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് ഏറിപ്പോയാൽ ഒരു 10 മിനിറ്റിലധികം അത്ര ദൂരമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് നമ്മൾ എത്തും. അവിടുത്തെ സ്വാഭാവിക നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അദ്ദേഹം ജയിലിലായിരിക്കും. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ജാമ്യം ഒരുപക്ഷെ നാളെ തന്നെ താൻ പുറത്തിറങ്ങിയേക്കാം എന്നൊരു കാര്യം കൂടെ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന് വ്യക്തമായി പറയാൻ ഒരുപക്ഷെ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അതിനർത്ഥം ഇവരുടെ പ്രവർത്തകർ ലഭിക്കാനുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. എന്തായാലും തവനൂർ സെൻട്രൽ ജയിലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പോവുകയാണ്. ഇന്നലെ രാത്രി 7 മണിക്ക് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഇന്ന് കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചിരിക്കുന്നു. അടുത്ത ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഈ ദിവസം നേരം പുലരുമ്പോൾ എന്തൊക്കെയാണ് ബാക്കി കാര്യങ്ങൾ ഉണ്ടാവുന്നത്, പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്, ഒരു ജാമ്യം കിട്ടി അദ്ദേഹം പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമോ, കരുത്തനായ ഒരു പി വി അൻവർ പുറത്തു വരിക, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലേക്ക് ഇനി നീക്കങ്ങൾ ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് അറിയേണ്ടതുമാണ്. എന്തായാലും അല്പസമയം കൊണ്ട് തന്നെ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് പോലീസ് വാഹനം അൻവറിനെയും വഹിച്ച് എത്തും.